എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് സ്കൂളുകളിലേക്കൊക്കെ പഴയ പോലെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പം എല്ലാവർക്കും അടുത്ത പോർഷൻസ്, സെക്കൻഡ് ടേമിലേക്കുള്ള പോർഷൻസ് ഒക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു അവധി, ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്ക് ടു സ്കൂൾ ആ ഒരു ടൈമിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഓണമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഓണം വെക്കേഷനൊക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും ഓണം വെക്കേഷൻ എൻജോയ് ചെയ്തെന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ടേമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററും കാര്യങ്ങളും നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനകത്തുണ്ടായിരുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സാമിന് വരികയും ചെയ്തു. അപ്പോൾ എന്താ, ഇനിയും സെക്കൻഡ് ടൈമിൽ നമ്മൾ അതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനു മുന്നേ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫോർത്ത് ചാപ്റ്റർ, അതായത് നമ്മുടെ ഫസ്റ്റ് ടൈമിലെ ഫോർത്ത് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് ടൈമിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരിക. എന്താണെന്ന് നോക്കിക്കേ, ആദ്യം വരുന്നത് മൊത്തം നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ടൈമിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു, സെക്കൻഡ് ടൈമിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് മൊത്തം ഉള്ളത്. പക്ഷേ ഈ 5 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ? പോരാ. ഫസ്റ്റ് ടൈമും നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ടൈമിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈമിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് എന്നുള്ളത് നോക്കിയാലോ. ആദ്യം വരുന്ന നോക്കിക്കേ, നമ്മുടെ 5th ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചാപ്റ്റർ 4ന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ പറയുന്ന ചാപ്റ്റർ 5 എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ വരത്തില്ലേ, ആ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഗ്രാംസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഇതിനകത്ത് മൊത്തം പ്രോഗ്രാംസാണ് പഠിക്കാനുള്ളത്. പക്ഷേ എളുപ്പമാട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. HTML ആണ് പഠിക്കുന്നത്. HTML ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റിലത്തെ നമ്മുടെ ആ ഒരു സെക്കൻഡ് ടൈമിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രോഗ്രാംസ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് വരുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 6th ചാപ്റ്റർ വരിക. പിന്നെ നമുക്ക് വരുന്നത് വെബ് ഹോസ്റ്റിംഗ് ആണ്. വെബ് ഹോസ്റ്റിംഗ് ആണ് നമുക്ക് ഈ ടേമിലെ നമ്മുടെ ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ ആണ് നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് DBMS അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതാണ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ്, അതായത് ഈ ഒരു 5 ചാപ്റ്റേഴ്സ് അടങ്ങുന്നതാണ് നമ്മുടെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം വരുന്നത് വെബ് ഡിസൈനിങ് യൂസിങ് HTML. മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഓക്കെ, ആദ്യം തന്നെ വരുന്ന ലിസ്റ്റ് ഇൻ HTML ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ക്രിയേറ്റിംഗ് ലിങ്ക്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസേർട്ടിംഗ് മ്യൂസിക് ആൻഡ് വീഡിയോ, ക്രിയേറ്റിംഗ് ടേബിൾസ് ഇൻ എ വെബ് പേജ്, ടേബിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവൈഡിംഗ് ദ ബ്രൗസർ വിൻഡോ, ഫോംസ് ഇൻ വെബ് പേജ്, ഓവർവ്യൂ ഓഫ് HTML5. നമ്മൾ ചാപ്റ്റർ 4ൽ നമ്മൾ HTML എന്താണെന്നും വെബ് പേജ് എന്താണെന്നും ഒക്കെ കണ്ടതല്ലേ. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്റർ 5ൽ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 4 നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ചാപ്റ്റർ 5 നമ്മൾ സെറ്റ് ആക്കും, എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് നോക്കിക്കേ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. Getting started with JavaScript, creating functions in JavaScript, data types in JavaScript, variables in JavaScript, ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇതുപോലെ നമ്മൾ C++ലെ ഇതുപോലെ ഓരോ ബേസിക് കാര്യങ്ങൾ പഠിച്ചില്ലേ, അതുപോലെയുള്ള കുറേയധികം ബേസിക് കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യുക. കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, ബിൽട്ട് ഇൻ ഫങ്ഷൻസ്, ആക്സസിങ് വാല്യൂസ് ഇൻ എ ടെക്സ്റ്റ് ബോക്സ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 6th ചാപ്റ്റർ അഥവാ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. നെക്സ്റ്റ് വൺ മിസ് നേരത്തെ പറഞ്ഞ നമ്മുടെ ചെറിയ ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതാണ് നമ്മുടെ 7th ചാപ്റ്റർ. ഇതിനകത്ത് വെബ് ഹോസ്റ്റിംഗ് എന്താണ്, ഫ്രീ ഹോസ്റ്റിംഗ് എന്താണ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, റെസ്പോൺസീവ് വെബ് ഡിസൈൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. പിന്നെ വരുന്നതാണ് DBMS, നമ്മുടെ 8th ചാപ്റ്റർ. DBMS എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക്
ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടെയാണ്. സെക്കൻഡ് ടേമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ DBMS എന്ന് പറയുന്നത്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. കൺസെപ്റ്റ് ഓഫ് ഡേറ്റാബേസ്, കമ്പോണൻസ് ഓഫ് ദി DBMS എൻവയോൺമെന്റ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡേറ്റ ഇൻഡിപെൻഡൻസ്, യൂസേഴ്സ് ഓഫ് ഡേറ്റാബേസ്, റിലേഷണൽ ഡേറ്റ മോഡൽ, ടെർമിനോളജീസ് ഇൻ RDBMS, റിലേഷണൽ ഓൾജിബ്ര. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 8th ചാപ്റ്ററിലുള്ളത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ഈ ഒരു ടേമിലെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. SQL, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. എന്താണ് SQL, അതുപോലെ വർക്കിംഗ് ഓഫ് MySQL, SQL കമാൻഡ്സ്, ക്രിയേറ്റിംഗ് ടേബിൾസ്, ഇൻസേർട്ടിംഗ് ഡേറ്റ ഇൻ ടു ടേബിൾസ്, റിട്രീവിംഗ് ഇൻഫോർമേഷൻ ഫ്രം ടേബിൾസ്, മോഡിഫൈയിങ് ഡേറ്റ ഇൻ ടേബിൾസ്, ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ, ഡിലീറ്റിംഗ് റോസ് ഫ്രം എ ടേബിൾ, റിമൂവിംഗ് ടേബിൾ ഫ്രം എ ഡേറ്റാബേസ്, നെസ്റ്റഡ് ക്വയറീസ്, കൺസെപ്റ്റ് ഓഫ് യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടേമിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടേമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ പോർഷൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ സെക്കൻഡ് ടേമിലാണ്. മിസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്നും കൂടെ പറയുകയാണ്. എന്താണ്, നമ്മുടെ ഫസ്റ്റ് ടേമിലെ പോർഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ടേം പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാമിൻ്റെ ടൈമിലാവുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. കാരണം എന്താ, ഫസ്റ്റ് ടൈമിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം മിസ്സേ കുറേ പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാനുണ്ടല്ലോ, ഞങ്ങൾ ഈ ജാവാ സ്ക്രിപ്റ്റ്, SQL ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിക്കും, ഭയങ്കര പാടായിരിക്കുമോ, അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചോ. നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് മിസ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് സെറ്റാക്കി നന്നായിട്ട് പഠിച്ചു. അതുപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് പറഞ്ഞതൊക്കെ തന്നെ നമ്മുടെ എക്സാമിന് വരികയും ചെയ്തു. നിങ്ങൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും, അതുപോലെ മാർക്ക് കിട്ടിയിട്ട് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മിസ്സിന് ഭയങ്കര സന്തോഷമായി. എന്തായാലും അപ്പോൾ ഇനി സെക്കൻഡ് ടൈമിലും ഇതുപോലെ തന്നെ മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണ്, നമ്മുടെ സെക്കൻഡ് ടൈമിൽ ഇത്രയും പോർഷൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേ വേണ്ട, അതൊക്കെ മിസ് നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പം നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ.